ഹലോ ഹായ് നമസ്കാരമുണ്ട്. ഇന്നത്തെ സംഭവം എന്താണെന്നറിയാം, ചായ ഇടാൻ പോണ്. കാരണം ഇവിടെ ഉമ്മയില്ല. അപ്പോൾ ഉമ്മയില്ലാത്ത ഞാൻ ചായക്കാരൻ വന്ന് സൈക്കിൾ, പക്ഷേ അയാൾ നിർത്തിയില്ല. വിളിച്ചിട്ടും അപ്പുറത്തൊക്കെ സ്ഥിരം കൊടുക്കണവർക്ക് കൊടുത്തിട്ട് പോയി. അപ്പോൾ എന്തായാലും ചായ എന്തായാലും കുടിക്കണം എനിക്ക്, അല്ലെങ്കിൽ പിന്നെ മാർത്തോടെ പോണേ. അപ്പോൾ ഒരു ചായ ഇടാനുള്ള പരിപാടിയിലാണ്. കാണിച്ചു തരാട്ടാ എത്രത്തോളം എത്തുന്നു. ആദ്യമായിട്ടാണ് ചായ ഇടാൻ പോണത്. ചായപ്പൊടിയും പഞ്ചസാരയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പ് ഇവിടെ ഉണ്ട്. പാത്രം നോക്കണ്ടേ, പാത്രം ഇതായിരിക്കുള്ളൂ, ചായ തിളപ്പിക്കുന്ന പാത്രം അതാവാനും ചാൻസ്. എന്തായാലും നോക്കട്ടെ. എവിടെയൊന്നും അറിയില്ല, വെള്ളം കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും കുടിക്കാൻ വെച്ച വെള്ളമുണ്ട് കുപ്പിയിൽ, ആ വെള്ളം തന്നെ ഒഴിക്കുക. പണ്ട് താറാടവിടെ ഉള്ളപ്പോഴാണ് ഗ്യാസ് കത്തിച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഗ്യാസിൻ്റെ അടുത്ത് കത്തിച്ചിട്ടില്ല. പെട്ടെന്ന് കത്തിച്ചപ്പോൾ പേടിച്ചു പോയി. ചായപ്പൊടി എടുത്തുണ്ട്. പണ്ട് ഇതേപോലെ താര എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ തന്നെ ചായ കളിപ്പിക്കണേക്കാം സ്വന്തമായിട്ട്. പിന്നെ നമുക്ക് നടന്നു കഴിഞ്ഞുകൊണ്ട് പറ്റും. അന്ന് ഇപ്പോൾ വൈകുന്നേരം ചായ സ്വന്തം, അതുപോലെ തന്നെ മീൻ വറക്കൽ ഒക്കെ ചെയ്ത് വെക്കുമായിരുന്നു. മീനൊക്കെ അന്ന് തര മുറിച്ച് കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എടുത്ത് വറക്കുമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് അതൊക്കെ ചെയ്യും. ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് തരം മീനൊക്കെ ചിലപ്പോൾ കാലത്ത് പോയെങ്കിൽ മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് വറുക്കുകയും ചെയ്യുമായിരുന്നു. വൈകിട്ട് ചായ അതൊക്കെ പറ്റുമോ. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ കത്തിക്കണം കേട്ടോ. ഗ്യാസ് അടുപ്പ് തന്നെ കത്തിക്കണം. കൊല്ലങ്ങളായി എത്ര വേണ്ട, 10-25-30 കൊല്ലം മുമ്പ്. തട വന്നോന്നേ കാണൂല. എടുത്തു നോക്കട്ടെ. തള തന്നു തുടങ്ങിയിട്ടുണ്ട്. ചായപ്പൊടി പാലില്ല. അപ്പോൾ പിന്നെ ആ കട്ടൻ ടൈമില്ല കൊണ്ട് ചെയ്യാൻ പണിയാണ്. ഒരു കൈ കൊണ്ട് ചെയ്യാനത്തെ പണിയാണ്. എന്നാലും എങ്ങനെ എന്നിട്ട് എത്തിച്ചിടാൻ കുറച്ച് പോയിന്റ് ചെയ്തു. കടുപ്പം കുറച്ച് മതി. ഉപ്പം കുറച്ച് മതിയാവുമല്ലോ. അത് മതി. കടുപ്പം കൂടുകയാണെങ്കിൽ വേറെ ഇല്ല, പണി നോക്കണം. പഞ്ചസാര തിളക്കുന്നുണ്ട്. അടുത്ത വെട്ടിത്തിളക്കട്ടെ. ഇപ്പം എന്താണെന്നറിയോ, ഉമ്മ വരുമ്പോൾ കേൾക്കാം. ഉമ്മ വരുമ്പോൾ എൻ്റെ കുഞ്ഞു മോനെ ഒരു കാര്യം ഒപ്പിക്കണേനെ കാണാന്നൊക്കെ ഉള്ള കുറേ ഡയലോഗൊക്കെ കേൾക്കാം. ഓ പഞ്ചസാര തമ്മിൽ ക്ലാസ്സിന് എന്തിനാണ് പഞ്ചസാര ഇരിക്കണം. അതെൻ്റെ അളവ് കിട്ടൂല പഞ്ചസാരട.
ക്ലാസ്സില്ല മറ്റേ കയ്യിൽ പഞ്ചാര ഇതായിട്ടിരിക്കുകയാണ് അടഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തോരം പഞ്ചാര ഉണ്ടെന്ന് തന്നെ അറിയില്ല. കൂടിയാലും കുറഞ്ഞാലും ക്ലാസ്സില്ല. ക്ലാസ് ഉമ്മ ചായ പിടിക്കാൻ തന്ന ക്ലാസ് അവിടെ പുറത്തിരിക്കണം. എന്തായാലും ചായ ഉണ്ടാക്കിയത് അധികം പോയിട്ടാ. ഇതിപ്പോ രണ്ടാക്കുള്ള ചായയായി. ക്ലാസ്സിന് എന്ത് ചെയ്യും? ഓ വെള്ളമൊഴിച്ചത് അധികമായി പോയി. രണ്ടാക്കുള്ള ചായ ഉണ്ട്. രണ്ടാക്കുള്ള ചായ ഉണ്ട്. തിന്നണോ? കാട്ടു ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലാസ് നോക്കട്ടെ. ക്ലാസ് ഇവിടെ അവിടെ ക്ലാസ് സ്റ്റീൽ ഗ്ലാസ്സാണ് കിട്ടിയത്. സ്റ്റീൽ ഗ്ലാസ് അവിടെ ഇരിക്കണ്ടായിരുന്നു ടേബിളിൽ. ആയാലും കൈ വറക്കണുണ്ട്. ഇനി ഒരു 3/4 ഗ്ലാസ് ഉണ്ടാവുള്ളൂ. കൈപൊള്ളി മോനെ, കൈപൊള്ളി. എന്തായാലും അടിപൊളിയായിട്ടാ. ചായ എന്തായാലും സൂപ്പറായിട്ടുണ്ടാവും. കാരണം ഞാനുണ്ടാക്കിയതല്ലേ. ചൂടുണ്ട്, നല്ല ചൂടാണ്. കൈ വീണ്ടും പൊള്ളി. അപ്പം ചായ കൂടി കഴിഞ്ഞിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചായ കുടിച്ച് ചായ ഞാൻ തിളപ്പിച്ച് ഗ്യാസുമ്മല്